നിന്റെ മൂന്നുമേ കുർബാന മണ്ണാങ്കട്ട. ഇവര് നടുക്ക് നിൽക്കുന്ന അച്ഛൻ ചെല്ലുന്നതിനനുസരിച്ച് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചിങ്ങനെ ഒരു നാടകം പോലെ നടത്തുന്നതാണ് മൂന്നുമേ കുർബാന എന്ന് പറയുന്നത്. അതിലർത്ഥമൊന്നുമില്ല, ഒരു കുർബാനയുടെ ആവശ്യമുള്ളൂ. ഈ ആഘോഷക്കാർ ഓർത്തഡോക്സുകാരും ഈ പുലിപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ 3 മേലും 7 മേലും 101 കുർബാന വരെ നടത്തിയിട്ടുണ്ട്. ഈ വർഷം സ്വർഗത്തിൽ കയറ്റിയിട്ട് അടുത്ത വർഷം കയറിയില്ല, അത് പിന്നെ എന്തോ നീ കുർബാന നടത്തുന്നു? ഞങ്ങളെ പുള്ളിയെ വേട്ടയാടി പിടിക്കും, പുള്ളിയെ തറലി എഡ്യൂക്കേറ്റ് ചെയ്യും, സുറിയാനി സഭയുടെ വിശ്വാസം എന്താണെന്ന് പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കും. ആ ബോധ്യം കിട്ടിയിട്ട് പുള്ളി പിന്നെ പ്രസംഗം പുള്ളിയുടെ നാക്ക് വന്നത്തിലാണ്. പുള്ളി സത്യവാനാണെന്ന് എനിക്കറിയാം. 3 കുർബാന മണ്ണാങ്കട്ടയാണ്, 7 കുർബാന മണ്ണാങ്കട്ടയാണ്. ഇത് രണ്ടുമാണ്. അപ്പം മണ്ണാങ്കട്ട ഇവിടെ നിൽക്കട്ടെ. പക്ഷെ എനിക്കറിയേണ്ടത് എന്താണ് ഈ 3 കുർബാന, എന്താണ് 7 കുർബാന, അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. അത് സത്യത്തിൽ അതിന് പ്രാധാന്യമൊന്നുമില്ല. അതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. കുർബാന ഒന്നേ ഉള്ളൂ. കുർബാന എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ കുർബാനയാണ്. ഈ പഴയ കാലത്ത് ഈ സുറിയാനി സഭയുടെ ഇപ്പൊ തന്നെ പുതിയ ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ പണിയുന്ന പുതിയ പള്ളികളിലൊക്കെ ഒരു മദ്ബഹായേ ഉള്ളൂ. ഈ കത്തോലിക്കരുടെ ഇടയിൽ നിന്നാണ് ഈ 3 അൾത്താര ഒക്കെ വെച്ച് വന്നത്. കത്തോലിക്ക സ്വാധീനത്തിൽ ഈ കേരളത്തിൽ ഈ യാക്കോബക്കാരും ഓർത്തഡോക്സുകാരൊക്കെ പള്ളി പണിയുമ്പോൾ 3 അൾത്താര അല്ലെങ്കിൽ 3 മദ്ബഹ ഉണ്ടാക്കുകയാണ്. 3 മദ്ബഹ ഉണ്ടാക്കിയിട്ട് അവിടെ കുർബാന നടത്തുമ്പം നടുക്ക് നിൽക്കുന്ന അച്ഛൻ മെയിനായിട്ട് കുർബാന അർപ്പിക്കുകയും 2 സൈഡിൽ നിൽക്കുന്ന അച്ഛന്മാര് ഈ ചുണ്ടനക്കുക. ഇവര് നടുക്ക് നിൽക്കുന്ന അച്ഛൻ ചെല്ലുന്നതിനനുസരിച്ച് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചിങ്ങനെ ഒരു നാടകം പോലെ നടത്തുന്നതാണ് 3 കുർബാന എന്ന് പറയുന്നത്. അതിലർത്ഥമൊന്നുമില്ല, ഒരു കുർബാനയുടെ ആവശ്യമുള്ളൂ, ഒറ്റ കുർബാനയേ ഉള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ ട്രിനിറ്റിയുടെ കോൺസെപ്റ്റ് പോയല്ലോ. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധ അവരൊന്നാണ്. അതുകൊണ്ട് ഒരു കുർബാനയേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു ഈ മാളിക മുറിയിലാണ് കുർബാന സ്ഥാപിച്ച്. ഇത് കാൽവരിയില്ല കുർബാന സ്ഥാപിച്ചെന്നുള്ളത് വെച്ചിട്ട് ഈ 3 കുർബാന. കാരണം കാൽവരിയിൽ 3 കുരിശാണല്ലോ. അപ്പം നടുക്കത്തെ കുരിശ് യേശുവിന്റെ അപ്പുറം ഇവർ 2 കള്ളന്മാരുടെ. അപ്പൊ അതാണ് 3 കുർബാന എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല. ഈ 3 കുർബാന എന്തിനാണ്, 7 കുർബാന, ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എക്സ്പ്ലനേഷൻ. പിന്നെ ഒരു അലങ്കാരം. കത്തോലിക്കരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കത്തോലിക്കർ അവസാനം എന്ത് ചെയ്തു, അവർ കാല് വാരിയിട്ട് അത് നിർത്തിട്ട് സമൂഹ ബലിയാക്കി. ഇപ്പൊ അവർ ഒരുമിച്ച് ഒറ്റ കുർബാന കൂടുതൽ അച്ഛന്മാർ ഒരുമിച്ച് നിന്ന് ചൊല്ലുന്നാക്കി. ഈ ആഘോഷക്കാരും ഓർത്തഡോക്സുകാരും ഈ പുലിപ്പുറത്ത് കയറിയെന്ന് പറഞ്ഞാൽ ഇതും കൊണ്ട് നടക്കുകയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ 3 മേലും 7 മേലും ഇപ്പൊ 101 കുർബാന വരെ നടത്തിയിട്ടുണ്ട്. അതെന്തിനാന്ന് എനിക്കറിയത്തില്ല. എനിക്കതേപ്പറ്റി അറിവ് കുറവാണ്, അത്രേ ഉള്ളൂ. അടുത്ത അദ്ദേഹം ചോദിക്കുന്നത് ഈ കുർബാന നടത്തുന്നത് സ്വർഗത്തിൽ കയറ്റാനാണെന്നാണ് പുള്ളിയുടെ ഒരു വാദം. ഈ വർഷം സ്വർഗത്തിൽ കയറ്റിയിട്ട് അടുത്ത വർഷം കയറിയില്ല, അത് പിന്നെ എന്തോ നീ കുർബാന നടത്തുന്നു? സ്വർഗത്തിൽ കയറ്റുക എന്നുള്ളതൊക്കെ ഒരു ജാതീയ സങ്കല്പമാണ്. ഹിന്ദുക്കളെ പ്രത്യേകിച്ച് ഹിന്ദുക്കളാണ് സ്വർഗപ്രാപ്തി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അവർ സ്വർഗത്തിലേക്ക് പോവുക. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നാരദൻ സ്വർഗത്തിലേക്ക് പോയി വരുമായിരുന്നു, എത്തി നോക്കുമായിരുന്നു. പിന്നെ ത്രിശങ്കു എന്ന് പറഞ്ഞ് ഒരുത്തന് ഈ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടായി, തപസ് ചെയ്ത് അവസാനം അവനെ സ്വർഗത്തിലോട്ട് കയറ്റാൻ വേണ്ടി വേണ്ടപ്പോൾ അവനെ തടയുന്നൊക്കെ ഉണ്ട് ഈ ഹിന്ദുക്കളുടെ കഥയിൽ. അവസാനം സ്വർഗത്തിൽ നിന്ന് അവനെ എക്സ്പെൽ ചെയ്യുന്നു. ഇവിടുന്ന് മഹാമഹർഷി തപസ് ചെയ്ത് ഇവനെ മുകളിലോട്ട് വിടുന്നു. അപ്പൊ തപസ്സിന്റെ ശക്തി കൊണ്ട് ഇവൻ മുകളിലോട്ട് പോകുന്നു, ദേവേന്ദ്രൻ താഴോട്ട് തള്ളുന്നു. അങ്ങനെ ഇവിടുന്ന് തപസ് പിന്നെ ഇവനെ മുകളിലോട്ട് വിടുന്നു, ദേവേന്ദ്രൻ താഴോട്ട് തള്ളുന്നു. അവസാനം ഈ പ്രപഞ്ചം പൊട്ടിത്തെറിക്കുന്നുള്ള ഒരു സ്ഥിതി വരിക. കാരണം ഈ 2 ശക്തികൾ ഇങ്ങനെ ഏറ്റുമുട്ടുക. അവസാനം കോംപ്രമൈസിങ്ങിനായിട്ട് എല്ലാവരുടെ ചേർന്നിട്ട് ഈ സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്ക് വേറൊരു സ്വർഗം ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ത്രിശങ്കു സ്വർഗം, മധ്യാകാശത്തിൽ. അപ്പൊ മധ്യാകാശത്തിൽ ഒരു സ്വർഗമുണ്ട്, അത് ത്രിശങ്കു സ്വർഗം എന്നാണ് ഈ ഹിന്ദു പുരാണം പറയുന്നത്. അവിടെ പോയി ഇരിക്കുമെന്നാണ് പെന്തക്കോസ്തുകാർ പാട്ട് പാടുന്നത്. മധ്യാകാശേ എന്നൊരു ഉണ്ട്, മധ്യാകാശത്തിലെ സ്വർഗം ത്രിശങ്കു സ്വർഗമാണ്. അപ്പൊ ഇതൊക്കെ ഈ ഹിന്ദുക്കളുടെ വിശ്വാസമാണ്, ക്രിസ്ത്യൻ വിശ്വാസമൊന്നുമല്ല. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലുമാകണം എന്നുള്ളതാണ്. പൗലോസ് ശ്ലീഹ എഫേസ്യർക്കാർക്ക് എഴുതുന്നത് സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്ന ഒരു പൂർണ്ണതയാണ്. ഇപ്പൊ സ്വർഗം പോലെ ഭൂമിയുമായി തീരും, ഭൂമിയെ സ്വർഗതുല്യമാക്കി മാറ്റും എന്നുള്ളതാണ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. അപ്പൊ അവിടെ ഇറ്റേണൽ ലൈഫ് എന്നുള്ളതാണ് പ്രോമിസ്, നിത്യജീവൻ. നിത്യജീവൻ എന്നുള്ള പ്രോമിസ് വരുമ്പോ വിശുദ്ധ കുർബാന ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ്
അന്ത്യോക്യൻ പാത്രിയർക്കീസ്, മൂന്നാമത്തെ പാത്രിയർക്കീസ് സെന്റ് ഇഗ്നേഷ്യസ് ന്യൂറോന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിശുദ്ധ കുർബാന എല്ലാ അർത്ഥത്തിലും സാംസൺ അല്ല, ടാർസൻ പാസ്റ്റർ പറഞ്ഞത് ആ അർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് എന്നുള്ള ആ തേവ് തെറ്റാണ്, പക്ഷെ ആ കോൺസെപ്റ്റ് ശരിയാണ്. ഇറ്റേണൽ ലൈഫ്, നിത്യജീവന് വേണ്ടി വിശുദ്ധ കുർബാന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് സഭ പറയുന്നത്. ഇറ്റേണൽ ലൈഫ്. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് അവര് ഈ കർത്തൃമേശ റൊട്ടി നാരങ്ങാവെള്ളം വെച്ച് നടത്തുമ്പോൾ അവർക്ക് അതേപ്പറ്റി സംബന്ധിച്ച് അങ്ങനത്തെ ഉപദേശമൊന്നുമില്ല, ഒരു ഉപദേശവും. ഇതിനിടയ്ക്ക് മറന്നുപോകാതെ ഒരു കാര്യം ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ കൊടുത്തിക്കോട്ടെ. ടാർസൻ പാസ്റ്റർ ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും ഗ്ലോറിയസ് ഗോസ്പലുകാര് അദ്ദേഹത്തെ പിടിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അതിനൊരു ടീം തന്നെ രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട് എവിടെയാണെങ്കിലും പോയി തപ്പി പിടിച്ച് ഈ പറഞ്ഞത് ഇദ്ദേഹത്തെ ഒന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യം. എന്ന് പറഞ്ഞ പോലെ ടാർസൻ പാസ്റ്റർക്ക് എന്തായാലും ഒരു പേഴ്സണൽ നമ്പർ കാണും, ഒളിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഒളിച്ചിരുന്ന് ഈ അല്ലയോ പരാക്രമശാലി യഹോവ നിന്നോട് കൂടെ ഉണ്ട്, ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ പേരും മറന്നുപോയി, ഗിദെയോൻ. ഒളിച്ചിരുന്ന് എവിടെയെങ്കിലും ഗോതമ്പ് മേയിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ ശാപ്പാട് കഴിക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രംഗത്ത് വന്നു. കാരണം ഗ്ലോറിയസ് മുന്തിരിച്ചക്കിനടുത്ത് നിന്ന് ഗോതമ്പ് മാറ്റിക്കൊണ്ടിരിക്കുക. അതെ. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ നേരത്തെ വന്ന് രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ഗ്ലോറിയസ് ഗോസ്പലുകാർ വട്ടമിട്ടിട്ടുണ്ട്. അത് എവിടെയാണെങ്കിലും മൊസാദ് പോലെയാണ്, പൊക്കിയിരിക്കും, ചോദ്യം ചോദിക്കും, വേറെ ഒന്നുമില്ല, ചോദ്യം ചോദിക്കും, മറുപടി പറയാൻ കൽപ്പുണ്ടെങ്കിൽ വിഷയമില്ല, വിട്ടു അല്ലേ. ഞങ്ങളെ പുള്ളിയെ വേട്ടയാടി പിടിക്കും, പുള്ളിയെ തറലി എഡ്യൂക്കേറ്റ് ചെയ്യും, സുറിയാനി സഭയുടെ വിശ്വാസം എന്താന്ന് പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കും. ആ ബോധ്യം കിട്ടിയിട്ട് പുള്ളി വേണം. പിന്നെ പ്രസംഗിക്കാൻ പുള്ളിയുടെ നാക്ക് പൊങ്ങത്തില്ല, കാരണം പുള്ളി സത്യവാനാണെന്ന് എനിക്കറിയാം. കൃത്യമായിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കും, അതിന് ഒരു സംശയവും വേണ്ട. കറക്റ്റ് ആണ്. ഓക്കെ.